ദ അക്കൗണ്ട് വിച്ച് ഇൻക്രീസ്ഡ് ബൈ എ ഡെബിറ്റ് എൻട്രി ഡാഷ്. നമുക്കറിയാം ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് നമ്മളൊരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും, മറ്റൊരു അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്താലാണ് ആ അക്കൗണ്ടിലെ ബാലൻസ് ഇൻക്രീസ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ സെയിൽസ്, ഓപ്ഷൻ ബി സെയിൽസ് റിട്ടേൺ, ഓപ്ഷൻ സി പർച്ചേസ് റിട്ടേൺ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നമുക്ക് നോക്കാം, ഓരോ ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തെയാണ് സെയിൽസ്. സെയിൽസ് ഒരു ഇൻകാണ് അല്ലേ. സോ ഇൻകവുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടുകൾ ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഡിക്രീസ് ആണ് ചെയ്യുക. ദെൻ ഓപ്ഷൻ ബി സെയിൽസ് റിട്ടേൺ. നമുക്കറിയാം സെയിൽസ് റിട്ടേൺ ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് വരുന്ന അക്കൗണ്ടുകൾ ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ബി സെയിൽസ് റിട്ടേൺ ആണ്. ഇനി നമുക്ക് മറ്റുള്ള ഓപ്ഷൻസും കൂടി നോക്കാം. ഓപ്ഷൻ സി പർച്ചേസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻകാണ് അല്ലേ. പർച്ചേസ് ചെയ്ത ഗുഡ്സ് റിട്ടേൺ കൊടുക്കുമ്പോൾ അതൊരു ഇൻകാണല്ലോ, കാരണം അതിൻ്റെ ക്യാഷ് നമുക്ക് തിരിച്ചു കിട്ടുമല്ലോ. സോ പർച്ചേസ് റിട്ടേൺ ഒരു ഇൻകമാണ്. അതിന് ഡെബിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഡിക്രീസ് ആണ് ചെയ്യുക. സോ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസും അല്ല. അതുകൊണ്ട് തന്നെ ഇതിന് ആൻസർ കറക്റ്റായിട്ട് വരികയാണ് ഓപ്ഷൻ ബി ആണ്, സെയിൽസ് റിട്ടേൺ ആണ്. സോ സെയിൽസ് റിട്ടേൺ ആണ് ഡെബിറ്റ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യുക. കാരണം സെയിൽസ് റിട്ടേൺ ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്താൽ അത് ഇൻക്രീസ് ആണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സെയിൽസ് റിട്ടേൺ ആണ്.